2 അറസ്റ്റുകൾ, അത് നൽകുന്ന സന്ദേശം. കേരളം അതിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല കേസുകളിൽ പ്രതിയായ പോലീസിനെ വെല്ലുവിളിച്ച ഗുണ്ട അർജുൻ ആയങ്കിയും ഡൽഹി ജന്തർ മന്ദറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ച കേസിൽ ബിജെപി ബൌദ്ധിക സെൽ കൺവീനറായിരുന്ന TG മോഹൻദാസും. ഗുണ്ടകൾക്കും വിദ്വേഷ പ്രചാരകർക്കുമുള്ള മുന്നറിയിപ്പാണ് ഈ 2 അറസ്റ്റുകളും. ഇത്തരക്കാരെ പൂട്ടുമെന്ന സന്ദേശം ജനങ്ങൾക്ക് ആശ്വാസവും ആത്മവിശ്വാസവും നൽകുന്നതാണ്. നമ്മുടെ സമാധാന അന്തരീക്ഷത്തിന് വെല്ലുവിളി ഉയർത്തുന്നവർക്ക് ഇതൊരു പാഠമാകണം. ഒപ്പം ഗുണ്ടയായ അർജുൻ ആയങ്കി തനിക്ക് ലഭിച്ച രാഷ്ട്രീയ പിന്തുണ തുറന്നു പറഞ്ഞത് അങ്ങനെയുള്ള സംരക്ഷണം ഒഴുക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. ഇപ്പോഴും ഈ 2 വ്യക്തികളെയും അനുകൂലിച്ച് രംഗത്ത് വരാൻ ആളുണ്ട് എന്നതും ആശ്ചര്യകരമാണ്. ആ പിന്തുണയ്ക്കുന്നവരുടെ മനസ്ഥിതിയും ഈ സമൂഹത്തിന് എതിരാണ് എന്ന് പറയാതെ വയ്യ. എന്തായാലും ഏറെ നാടകീയതകൾക്കൊടുവിലാണ് അർജുൻ ആയങ്കിയെ ഞായറാഴ്ച പോലീസ് പിടികൂടിയത്. കണ്ണൂർ താളിക്കാവിലെ അഭിഭാഷകയുടെ ഫ്ളാറ്റിൽ നിന്ന് പുലർച്ചെ 1:30ക്കാണ് ടൗൺ പോലീസ് ആയങ്കിയെ കസ്റ്റഡിയിലെടുത്തത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കിയെ പൂട്ടാൻ തന്നെയാണ് സർക്കാരിന്റെ നീക്കം. ആയങ്കിക്കെതിരെ കാപ്പ് ചുമത്തും. ഇതിനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് പുറത്തുവരുന്ന വിവരം. ഈ ആഴ്ചയ്ക്കുള്ളിൽ കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം. അർജുൻ ആയങ്കിയുടെ സ്റ്റേഷനായ വളപട്ടണം പോലീസ് സ്റ്റേഷനിലെ SHO ആണ് കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. ഇത് കണ്ണൂർ SP-ക്ക് കൈമാറി കമ്മീഷണർ വഴിയാണ് കളക്ടറേറ്റിലേക്ക് എത്തുക. ഏത് തരത്തിലാണ് കാപ്പ ചുമത്തേണ്ടതെന്ന് കളക്ടറാണ് തീരുമാനിക്കുക. നാടുകടത്തണമോ ജയിലിലടയ്ക്കണമോ എന്നീ കാര്യങ്ങൾ കളക്ടർ തീരുമാനിക്കും. സാധാരണഗതിയിൽ 2-3 മാസങ്ങളെടുത്താണ് കാപ്പ കേസുകളിൽ തീരുമാനമെടുക്കാറുള്ളത്. എന്നാൽ അർജുൻ ആയങ്കിയുടെ കേസ് പ്രത്യേകമായി പരിഗണിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാനാണ് പോലീസിന്റെ ശ്രമം എന്നാണ് അറിയുന്നത്. അതേസമയം തന്നെ അർജുൻ ആയങ്കിയുടെ കേസുകൾ പലതും കാപ്പ് ചുമത്തുന്നതിന് സാധിക്കാത്തതാണ് എന്ന കാര്യവുമുണ്ട്. അത് പോലീസിന് തിരിച്ചടിയാണ്. രാഷ്ട്രീയ കേസുകൾ ഉണ്ടെങ്കിൽ കാപ്പ് ചുമത്താൻ സാധിക്കില്ല. 7 വർഷം മുൻപുള്ള കേസുകളാണെങ്കിലും കാപ്പ് ചുമത്തുന്നതിന് തടസ്സങ്ങളുണ്ട്. അർജുൻ ആയങ്കിയുടെ പേരിലുള്ള പല കേസുകളും 7 വർഷം മുൻപുള്ളതാണ്. പുതിയ കേസുകളുടെ എണ്ണം വളരെ കുറവാണ് എന്നതാണ് പോലീസിന് മുന്നിലുള്ള വെല്ലുവിളി. അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യാനാണ് നീക്കം. തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം കോതമംഗലം ഊന്നുകൽ SHO-മാരെ ഭീഷണിപ്പെടുത്തിയ കേസുകളിൽ അർജുനെ അറസ്റ്റ് ചെയ്യാൻ ഊന്നുകൽ പോലീസ് കൂത്തുപറമ്പ് കോടതിയിൽ അനുമതിക്കായി അപേക്ഷ നൽകും. കോടതി അനുമതിയോടെ മാത്രമേ ജയിലിൽ പോയി പോലീസിന് മറ്റ് കേസുകളിൽ അറസ്റ്റ് രേഖപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ഇതിനുശേഷം കോതമംഗലം കോടതി പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിക്കുന്നതോടെ മാത്രമേ ആയങ്കിയെ എറണാകുളത്തേക്ക് കൊണ്ടുപോകാൻ പോലീസിന് സാധിക്കുകയുള്ളൂ. അർജുൻ ആയങ്കി പിടിയിലാകുന്നതിന് മുൻപ് വരെ കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് പ്രണവിനെ പിടികൂടാൻ പോലീസ് അന്വേഷണം തുടരുകയാണ്. പോലീസിനോടുള്ള വെല്ലുവിളി സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്നും പോസ്റ്റുകളിൽ കമന്റിട്ടവരെയും അവരുടെ പിന്നാലെയും പോലീസ് ഉണ്ടെന്നും ADGP P. വിജയൻ കഴിഞ്ഞ ദിവസം ന്യൂസ് 18നോട് സംസാരിക്കുമ്പോൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ആ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. കേരളത്തിലെ സാഗർ ഏലിയസ് ജാക്കിയാണെന്നൊക്കെയാണ് സൈബർ ഇടങ്ങളിൽ വാഴ്ത്തുപാട്ടുകൾ വരുന്നത്. അത് ഹീറോ ആണോ സീറോ ആണോ എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. പിന്നെ മാത്രമല്ല, റോം ഹീറോസിനെ വർഷിപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പോലീസ് വർഷിപ്പേഴ്സിന് പിന്നാലെയുണ്ട്. പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ചില ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അതിനെ ലൈക്ക് ചെയ്യുകയോ അതിനെ അനുകൂലിക്കുന്ന കമന്റ് ചെയ്യുകയോ അവരെ ഹാർബർ ചെയ്യുകയൊക്കെ ചെയ്തിരിക്കുന്ന ആളുകളെയും പിന്നാലെ ഞങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെയായിരിക്കും ഇനി അടുത്ത ദിവസങ്ങളിൽ നമ്മൾ പൊക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ആണല്ലേ ഇത് ഓപ്പറേഷൻ ഗ്രിപ്പ് എന്നുള്ളത് ഒരു ടിൽ ദി എൻഡ് ഓഫ് ഗുണ്ടകളെല്ലാവരെയും നിയമത്തിന് മുമ്പിൽ പ്രോപ്പറായിട്ട് വരുന്നവരെ ഉണ്ടായിരിക്കും. അപ്പോ അർജുൻ ആയങ്കിക്ക് വേണ്ടി സമൂഹ മാധ്യമത്തിൽ പോസ്റ്റുകൾ ഇടുന്നവരെ പിന്തുണയ്ക്കുന്നവരെയും ഒക്കെ ഈ നിരീക്ഷണത്തിൽ കൊണ്ടുവരും എന്ന് ADGP പറയുന്ന വാക്കുകൾ ഒരിക്കൽ കൂടി കേൾപ്പിച്ചതാണ്. കാരണം സമൂഹ മാധ്യമത്തിൽ അത്തരക്കാരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു എന്ന സാഹചര്യത്തിലാണ് ആ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചത്. മറ്റൊരു അറസ്റ്റ് അത് TG മോഹൻദാസിന്റേതാണ്. ഇന്നലെ മട്ടാഞ്ചേരി ചെറളായിലെ വീട്ടിലെത്തിയാണ് തിരുവനന്തപുരം സൈബർ പോലീസ് TG മോഹൻദാസിനെ കസ്റ്റഡിയിലെടുത്തത്. നിയമ നടപടികളും വൈദ്യപരിശോധനയും ഒക്കെ പൂർത്തിയാക്കി രാത്രിയിൽ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. ലാപ്ടോപ്പും മൊബൈലും പിടിച്ചെടുത്തു. കൊച്ചിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത മോഹൻദാസിനെ ഏതാണ്ട് പുലർച്ചെയാണ് തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. ഡൽഹി ജന്തർ മന്ദറിലെ പ്രക്ഷോഭകരെ വെടിവെച്ച് കൊല്ലണമെന്നായിരുന്നു TG മോഹൻദാസിന്റെ വിവാദ പരാമർശം. സംഭവത്തിൽ AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോനാണ് ആദ്യം പരാതി നൽകിയത്. പിന്നാലെ നിരവധി പേർ പരാതി നൽകി. എന്നാൽ കേസിൽ മോഹൻദാസിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തില്ല എന്നും തുടർ നടപടികൾ ഉണ്ടായില്ല എന്നും
വലിയ വിമർശനങ്ങൾ ഉയർന്നു. ഒടുവിൽ പരാതികളെത്തി ദിവസങ്ങൾക്ക് ശേഷമാണ് കേസെടുത്തത്. മോഹൻദാസിനെതിരെ ഗുരുതര ആരോപണങ്ങൾ അടങ്ങിയ റിമാൻഡ് റിപ്പോർട്ട് ഇപ്പോൾ പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. സ്ത്രീകളുടെ മാന്യതയെ ഹനിക്കുന്ന പരാമർശങ്ങളാണ് പ്രചരിപ്പിച്ചത്. വെടിവെച്ച് കൊല്ലണമെന്ന പ്രസ്താവന നടത്തി വിദ്യാർത്ഥികളിൽ ഭയം സൃഷ്ടിച്ചു. പ്രതി കുറ്റം സമ്മതിച്ചതായും ഡിജിറ്റൽ തെളിവുകൾ ഇനിയും കണ്ടെത്താനുണ്ട് എന്നും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് TG മോഹൻദാസിനെ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം AJM കോടതി. ഇപ്പോൾ വിവരങ്ങളുമായി ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാൻ, ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് ഉപാധികൾ? വിവരങ്ങൾ എന്താണ്? ജാമ്യം നിഷേധിക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലെ ഗുരുതരമായ പരാമർശങ്ങൾ ഉൾപ്പെടെ മുഖവിലയ്ക്ക് എടുത്ത് അതുമായി ബന്ധപ്പെട്ട് വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷമാണ് കർശനമായ ഉപാധികളോടെ TJ മോഹൻദാസിന് തിരുവനന്തപുരം വഞ്ചൂർ ACJM കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജാമ്യ വ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച് അല്പസമയത്തിനകം മാത്രമേ നമുക്ക് വ്യക്തത ലഭിക്കുകയുള്ളൂ. എന്തായാലും കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. അന്വേഷണവുമായി സഹകരിക്കണം, അന്വേഷണ ഉദ്യോഗസ്ഥർ ഹാജരാകാൻ പറയുന്ന സമയത്ത് ഹാജരാകാൻ പറയുന്ന സ്ഥലത്ത് ഹാജരാകണം എന്നതടക്കമുള്ള പൊതു ഉപാധികളെല്ലാം തന്നെയുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ ഡിജിറ്റൽ ഡിവൈസുകൾ, അതായത് ഈ ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഈ പ്രചാരണം നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട ലാപ്ടോപ്പും കഴിഞ്ഞ ദിവസം തന്നെ മൊബൈൽ ഫോണും ഉൾപ്പെടെ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. അതിന്റെ പാസ്വേഡുകൾ പറഞ്ഞു കൊടുക്കുകയും അതോടൊപ്പം ഫയലുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് ആവശ്യമെങ്കിൽ അത് വെളിപ്പെടുത്തണം എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി കോടതിയിലും അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കണമെന്ന കർശനമായ ഉപാധികളോടെയാണ് ഇപ്പോൾ ACJM കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അല്പസമയത്തിനകം കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന TJ മോഹൻദാസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രതികരണം ഈ വിഷയത്തിൽ എന്താകും എന്നതിനു വേണ്ടിയാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ശരി, എന്തായാലും ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഉപാധികളോടെയാണ് ജാമ്യം. 3 ദിവസം അന്വേഷണവുമായി സഹകരിക്കണം, സമാനമായ കുറ്റങ്ങളിൽ പെടരുത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ വ്യക്തമാകും. ഒപ്പം TG മോഹൻദാസിന്റെ പ്രതികരണം ഉണ്ടോ എന്നതും അറിയാം. എന്തായാലും TG മോഹൻദാസിനെ ഈ വിവാദ പരാമർശം വന്നപ്പോൾ തന്നെ RSS തള്ളിക്കളഞ്ഞിരുന്നു. അങ്ങനെ TG മോഹൻദാസിനെ തള്ളുന്നതായി RSS അവകാശപ്പെടുമ്പോഴും ഇപ്പോഴും TG മോഹൻദാസിനെ പിന്തുണച്ച സംഘപരിവാർ നേതാക്കളും പ്രവർത്തകരും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിൽ വിദ്യാർത്ഥികൾക്കെതിരെ വിദ്വേഷ പ്രസംഗം നടത്തിയ TG മോഹൻദാസിനെ RSS തള്ളുമ്പോൾ TG മോഹൻദാസ് RSSന്റെ ഒരു തരത്തിലുള്ള ചുമതലയും വഹിക്കുന്നില്ല എന്നും അദ്ദേഹം നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ അങ്ങേയറ്റം അപലപനീയമാണ് എന്നും RSS ദക്ഷിണ കേരളം പ്രാന്ത സഹകാര്യവാഹ് KB ശ്രീകുമാർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ TG മോഹൻദാസിനെ അനുകൂലിച്ച് പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇന്നലെ സംഘപരിവാർ അനുകൂലികളുടെ മുദ്രാവാക്യം വിളി ഉണ്ടായി. TG മോഹൻദാസിന് അഭിവാദ്യങ്ങളും ഐക്യദാർഢ്യവും അർപ്പിച്ചാണ് സംഘപരിവാർ അനുകൂലികൾ മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടിയത്. ഹിന്ദു ഐക്യവേദി നേതാക്കളായ RV ബാബുവും പ്രതീഷ് വിശ്വനാഥും അടക്കമുള്ളവർ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ മോഹൻദാസിനെ പിന്തുണച്ചിരുന്നു. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധിക്കുന്നുവെന്ന് RV ബാബു പറഞ്ഞു. വിദ്വേഷ പരാമർശം നടത്തിയ മോഹൻദാസിനെ അനുകൂലിച്ചുള്ള സംഘപരിവാർ അനുകൂലികളുടെ കമന്റുകളും ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. സംഘപരിവാർ സൈദ്ധാന്തികൻ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തതിൽ സംഘടനയെ പരിഹസിച്ച് തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യർ രംഗത്ത് വരുന്നതും കണ്ടു. സമൂഹ മാധ്യമത്തിലൂടെയായിരുന്നു സന്ദീപ് വാര്യർ RSSനെയും TG മോഹൻദാസിനെയും പരിഹസിച്ച് കുറിപ്പിട്ടത്. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയെ പോസ്റ്റിലൂടെ അഭിനന്ദിക്കുകയും ചെയ്തു സന്ദീപ്. ഇപ്പോൾ ഭരിക്കുന്നത് പിണറായി വിജയൻ അല്ലാത്തതുകൊണ്ടും ആഭ്യന്തരമന്ത്രിയുടെ പേര് രമേശ് ചെന്നിത്തല എന്നായതിനാലും അദ്ദേഹത്തിന് നട്ടലുള്ളതുകൊണ്ടും കേരളത്തിൽ സംഘത്തിന്റെ ആസ്ഥാന ബുദ്ധിജീവി അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നായിരുന്നു സന്ദീപ് വാര്യർ ഈ കുറിപ്പിൽ പറഞ്ഞത്. എന്തായാലും RSS തള്ളിയതിനു ശേഷവും വലിയ രീതിയിലുള്ള പിന്തുണ TG മോഹൻദാസിന് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗുണ്ട നേതാവ് അർജുൻ നായികിക്കും വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പിന്തുണ ലഭിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. CPM പരസ്യമായി തള്ളിക്കളയുമ്പോൾ പോലും അണികളിൽ പലരും അർജുൻ നായികിക്ക് വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നു എന്നതാണ് കാണുന്നത്. എന്തായാലും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയാത്തതാണ് ഈ 2 വ്യക്തികളുടെയും പ്രവൃത്തിയും
വർത്തമാനങ്ങളും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ നിയമ സംവിധാനങ്ങളെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അർജുൻ നായകി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒളിവിലിരുന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചത്. ഒപ്പം സമാധാനപരമായി നടത്തിയ ഏറ്റവും വലിയ നീതിയുക്തമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെയാണ് TG മോഹൻദാസ് അപകീർത്തികരമായ രീതിയിൽ സംസാരിച്ചത്, വിദ്വേഷപരമായിട്ടുള്ള പ്രസ്താവന നടത്തിയത്. പല തവണ TG മോഹൻദാസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം പരാമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ 2 അറസ്റ്റും നിരവധി സന്ദേശങ്ങൾ നൽകുന്നതാണ്, നിരവധി പേർക്ക് പാഠമാകേണ്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് ചെറിയൊരു ഇടവേള എടുക്കാം, അതിനുശേഷം മറ്റു ഫോക്കസ് വാർത്തകളിലേക്ക് തിരിച്ചെത്താം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.